അമേരിക്കയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? ഒരു വശത്ത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം, മറുവശത്ത് കോടികൾ ലാഭമുണ്ടാക്കിയാണ് ട്രംപിൻ്റെ കുടുംബം. എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പണം കിട്ടിയതെന്നറിയാമോ? ഉത്തരം ഒന്നേ ഉള്ളൂ: ക്രിപ്റ്റോ കറൻസി. ഡൊണാൾഡ് ട്രംപിൻ്റെ കുടുംബം പുതിയൊരു ക്രിപ്റ്റോ കറൻസി സംരംഭം തുടങ്ങി. വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ അഥവാ WLFI. ഈ സംരംഭം തുടങ്ങി ആദ്യ ദിവസം തന്നെ അവർ കോടികളാണ് നേടിയത്. ഈ സമയത്ത് അമേരിക്കയിലെ സാധാരണക്കാർക്ക് ഭക്ഷണം, ഇന്ധനം, വൈദ്യുതി തുടങ്ങി എല്ലാത്തിനും ഉയർന്ന വില നൽകേണ്ടി വരുന്നു. ഇവിടെയാണ് ഒരു വലിയ ചോദ്യം വരുന്നത്: എന്തിനാണ് ഈ സമയത്ത് ഒരു ക്രിപ്റ്റോ സംരംഭം? ഇത് എങ്ങനെയാണ് ട്രംപിൻ്റെ കുടുംബത്തിന് മാത്രം ഗുണകരമാകുന്നത്? ട്രംപ് സ്വയം ക്രിപ്റ്റോ പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അമേരിക്കയെ ക്രിപ്റ്റോ ലോകത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. സ്റ്റേബിൾ കോയിൻ നിയമത്തിന് അംഗീകാരം നൽകി. ഇതെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്രിപ്റ്റോ സംരംഭത്തിന് സഹായമായി. വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന ഈ പുതിയ സംരംഭത്തിൽ ട്രംപിൻ്റെ മക്കളായ എറിക്, ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, മരുമകൻ ജാരഡ് കുഷ്നർ എന്നിവർക്കും ഓഹരിയുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിൻ്റെ 60% ഓഹരിയും ട്രംപിൻ്റെ കുടുംബത്തിൻ്റെ കൈകളിലാണ്. വെറും ഒരു ദിവസത്തിനുള്ളിൽ $5 ബില്യണിലധികം വരുമാനം ഇവർക്ക് ലഭിച്ചു. ഈ ടോക്കണിൻ്റെ മാർക്കറ്റ് മൂല്യം ഏകദേശം $7 ബില്യൺ. ഇത് WLFIയെ ലോകത്തിലെ 31ാമത്തെ വലിയ ക്രിപ്റ്റോ ടോക്കണാക്കി മാറ്റി. ട്രംപ് കുടുംബത്തിൻ്റെ ക്രിപ്റ്റോ കറൻസി സമ്പാദ്യവും സാധാരണക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തമ്മിലുള്ള അന്തരം അമേരിക്കൻ രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും ഒരു നിർണായക നിമിഷമാണ്. ഒരു ഭാഗത്ത് ട്രംപ് കുടുംബം ഡിജിറ്റൽ ആസ്തികളിൽ നിന്ന് കോടികൾ നേടുമ്പോൾ സാധാരണക്കാർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സാധിക്കുന്നില്ല. പലചരക്ക് കടയിൽ ഇത് വളരെ പ്രകടമാണ്. മുമ്പ് $150 ലഭിച്ചിരുന്നത് ഇപ്പോൾ $200 നൽകേണ്ടി വരുന്നു. മുട്ട, ഇറച്ചി, കാപ്പി തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വില വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ഇറക്കുമതി തീരുവകൾ കൂടി വരുന്നതോടെ സാധാരണക്കാർ കൂടുതൽ ബുദ്ധിമുട്ടിലാവുകയാണ്. രാഷ്ട്രീയപരമായ അധികാരവും വ്യക്തിപരമായ നേട്ടവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ട്രംപ് കുടുംബം പ്രസിഡന്റ് എന്ന അധികാരം ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസി ബിസിനസ് പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം സാധാരണക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നയങ്ങൾ നടപ്പാക്കുകയും ചെയ്യുകയാണ്. സാധാരണ ജനങ്ങൾക്ക് സാമ്പത്തിക ആശ്വാസം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്നവർ തന്നെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നത് ഒരു വിരോധാഭാസമാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളും സാമ്പത്തിക വിദഗ്ധരും അവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്ത രീതിയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയം എങ്ങനെ മുന്നോട്ട് പോകുമെന്നും കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. ട്രംപിൻ്റെ ഈ സംരംഭത്തിൽ താൽപ്പര്യ വിരുദ്ധതയുണ്ടെന്ന് പലരും പറയുന്നു. സാധാരണയായി കമ്പനികൾ അവരുടെ ഇടപാടുകൾ പരസ്യമാക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല. ഈ ലാഭം പേപ്പറിൽ മാത്രമാണ് ഉള്ളതെന്നും യഥാർത്ഥ മൂല്യം ഭാവിയിൽ മാത്രമേ അറിയാൻ കഴിയൂ എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ട്രംപ് കുടുംബത്തിൻ്റെ ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിൻ്റെ പാകിസ്ഥാനിലെ ക്രിപ്റ്റോ കൗൺസിലുമായുള്ള പങ്കാളിത്തമാണ്. 2025 ഏപ്രിലിൽ ഒപ്പുവെച്ച ഈ കരാർ പാകിസ്ഥാനെ ദക്ഷിണേഷ്യയിലെ ഒരു പ്രധാന ബ്ലോക്ക് ചെയിൻ ഹബ്ബാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിലൂടെ സുസ്ഥിരമായ നാണയങ്ങളുടെ ഉപയോഗവും വികേന്ദ്രീകൃത സാമ്പത്തിക സഹായവും നൽകാനാകും. ഈ പങ്കാളിത്തം പലരെയും അതിശയിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിൻ്റെയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെയും പങ്കാളിത്തം സംശയങ്ങൾക്കിടയാക്കുകയാണ്. ഈ കരാർ ട്രംപ് കുടുംബത്തിൻ്റെ ബിസിനസ് താൽപ്പര്യങ്ങൾക്കും പ്രസിഡന്റ് എന്ന നിലയിലുള്ള അവരുടെ കർത്തവ്യങ്ങൾക്കും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ട്രംപ് തൻ്റെ ഈ നീക്കങ്ങളെ ന്യായീകരിക്കുന്നത്? രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്കും വ്യക്തിപരമായ സാമ്പത്തിക ലാഭത്തിനും വേണ്ടിയാണോ ഈ നീക്കങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ട്രംപിൻ്റെ ഈ പുതിയ ക്രിപ്റ്റോ സാമ്രാജ്യം അമേരിക്കൻ രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സാധാരണക്കാരുടെ ദുരിതം മാറുമോ, അതോ ഈ ക്രിപ്റ്റോ സാമ്രാജ്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമോ? കാത്തിരുന്ന് കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.